രണ്ടെണ്ണോ ഇപ്പൊ പേടിച്ച് കാണൂല്ലോ അമ്മേ. ആ പേടിപ്പിച്ച മാത്രം പോരാ, കോടതിയിൽ അവനെ ഹാജരാക്കണം. കള്ളമൊഴി അവനെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് അവൻ തന്നെ പറയണം കോടതിയിൽ. ആ മതി മോനെ, നിധിയെ പുറത്തിറക്കാൻ അത്രയും ചെയ്താ മതി. ആ ശിവാനിയാണ് എല്ലാം ചെയ്യിപ്പിച്ചതെന്ന് അതോടെ തെളിയിക്കാൻ നമുക്ക്. എത്രയും വേഗം നീ പോയി അവനെ പിടിക്കേ. ചെല്ലേ എടാ, വസു ശിവാനിയും പിടിച്ചോണ്ട് പോയി ഇവിടുന്ന്. ആ അമ്മ ഫോൺ കട്ടിയണ്ട. അവരെന്താ സംസാരിക്കുന്നത് ശ്രദ്ധിക്കേ, എന്നിട്ട് അതെന്നെ അറിയിക്കേ. അതൊക്കെ ഞാൻ ഏറ്റു. എനിക്ക് എത്രയും വേഗം നിധി ഈശ്വരമംഗലത്ത് തിരിച്ചെത്തണം. അതിനപ്പുറം ഒന്നും വേണ്ട. ആ ഒന്ന് വേഗം ചെല്ല, അവര് പറയുന്ന കേക്ക്. നിക്കേ, നീ ഹോൾഡ് ചെയ്തോ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ആന്റി ഇങ്ങോട്ട് വന്നേ. എടി, ഈ അരവിന്ദൻ എന്ന് പറയുന്ന ആളാണോ നിധിക്കെതിരെ മൊഴി നൽകിയിരിക്കുന്നത്? അതെ ആന്റി, ആ പൂക്കടക്കാരന്റെ പേര് അരവിന്ദൻ. അയാളെ ഇപ്പൊ ഗൗതം പിടിച്ചോണ്ട് പോകാൻ പോകുന്ന. അയാളെ സൂക്ഷിക്കണമെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞതല്ലേ. സർവ്വതും കൊളമാക്കിയല്ലോ നീ. ഓരോരോ മണ്ടത്തരങ്ങൾ കാണിച്ചു വെച്ചോളൂ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ആന്റി, അയാളുടെ കേസ് കഴിയും വരെ വീടിന്റെ പുറത്തു പോലെ ഇറങ്ങരുതെന്ന് ഞാൻ പറഞ്ഞതാ. ഗൗതം അയാളുടെ വീട് കണ്ടുപിടിക്കുമെന്ന് ഞാൻ അറിഞ്ഞു. ആന്റി, എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. അയാളെ ഗൗതമിന്റെ കയ്യിലെങ്ങാനും കിട്ടിക്കഴിഞ്ഞാ കേസിൽ നമ്മൾ തോക്കുന്നുള്ള കാര്യം ഉറപ്പാ. ആന്റി, ഗൗതമിന്റെ കയ്യിൽ അയാളെ കിട്ടരുത്. എന്ത് ചെയ്യാൻ പറ്റുമെന്നൊന്ന് ആലോചിക്കേ. പാർവതി ആന്റി പറയുന്നത് കേട്ടിട്ട് ഇപ്പോഴും ഗൗതമൻ അയാളെ കയ്യിൽ കിട്ടിയിട്ടില്ല. നമുക്ക് അയാളൊന്ന് പൊക്കിയാലോ ആന്റി? ഇനിയിപ്പോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. നീ ഈ പറഞ്ഞ അരവിന്ദനെ ഒന്ന് വിളിക്ക്. അല്ല, വിളിച്ചിട്ട് ഞാനെന്ത് പറയാനാ? അയാളോട് അവിടുന്ന് മാറാൻ പറഞ്ഞാലോ? ഏയ്, മാറാൻ പറഞ്ഞാലൊന്നും പോരാ. അവനോട് ആ അമ്പലത്തിനടുത്തുള്ള ജവഹർ പാർക്കില്ലേ, അവിടേക്ക് വരാൻ പറയേ. സേഫായ ഒരിടത്തേക്ക് ഞാൻ അവനെ മാറ്റിക്കോളാം. ആ, എന്നാ ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. റിങ് ചെയ്യുന്നുണ്ടോ? ആ, റിങ് ചെയ്യുന്നുണ്ട്. ഹലോ, താനിപ്പോ എവിടെയുള്ളേ? വീട്ടിലുണ്ടോ? എങ്കിൽ ഒരു കാര്യം ചെയ്യ്, അത്യാവശ്യമുള്ള ഡ്രസ്സൊക്കെ എടുത്ത് മുരുകക്ഷേത്രത്തിനടുത്തുള്ള ജവഹർ പാർക്കില്ലേ, അങ്ങോട്ടേക്ക് വാ. എടോ, കാര്യമൊക്കെ വന്നിട്ട് പറയാം. ഇപ്പൊ നമുക്ക് ഒരിടത്തേക്ക് മാറണം, അത്രേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. ആ ആ ശരി, വെച്ചോ. എടാ മോനെ, അവര് പറയുന്നതൊക്കെ കേട്ടോ? എല്ലാം കേട്ടു. അവൻ ജവഹർ പാർക്കിൽ വരട്ടെ, ബാക്കി ഞാൻ കാണിച്ചു കൊടുക്കാം. അമ്മ ഫോൺ വെച്ചോ. ആ ഹരി, നമുക്ക് അത്യാവശ്യം ഒരു കാർ വേണല്ലോ. ഒരു കാറല്ലേ, അത് നമുക്ക് ഏർപ്പാടാക്കാം സാർ. സാർ ബൈക്ക് എടുക്ക്. ഹലോ അമ്മ, എന്തായി? എടാ മോനെ, ആ വസുന്ധര ശിവാനി ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവര് ജവഹർ പാർക്കിലേക്ക് തന്നെ പോയിരിക്കുന്നത്. ആ അരവിന്ദൻ അവിടെ വരുമെന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ അമ്മേ, ഞാനും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം. മോനെ, നീ എന്താണ് ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ നിധിയെ രക്ഷിക്കാൻ വേണ്ടി ആയതുകൊണ്ട് ഞാൻ അങ്ങ് കൂട്ടു നിൽക്കുക. എന്തായാലും സൂക്ഷിക്കണേ മോനെ. അമ്മ ധൈര്യമായിട്ടിരിക്കെ, ഒരു കുഴപ്പം വരില്ല. ഞാൻ സൂക്ഷിച്ചോളാം. എന്നാ വെക്കട്ടെ. ഭഗവാനെ കാത്തോളേ.
നിപ്പുണ്ട്. നമുക്കേ യൂട്ടേൺ എടുത്ത് അപ്പുറത്തെ സൈഡിലേക്ക് പോയാലോ? വേണ്ട, യൂട്ടേൺ എടുത്ത് സമയം കളയണ്ട. നീ അയാളെ ഇങ്ങോട്ട് വിളിക്ക. ഡോ ഡോ എടോ, ഹലോ. ശ്ശോ, എടി, നീ ഇതിനകത്തിരുന്ന് ഹലോ ഹലോ വിളിച്ച അയാള് കേൾക്കണ്ടേ? നീ അയാളിപ്പോ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ഞാനതവിടെ പോയി. ആന്റി, അയാളവിടെ കാണുന്നില്ല. അയാളെ കാണുന്നില്ലേ? ഇത്ര പെട്ടെന്ന് അവനിത് എവിടെ പോവാനാ? ശ്ശേ, നീ ഇത് എവിടെ നോക്കി നിൽക്കുകയായിരുന്നു? അയാൾ എങ്ങോട്ടാ പോയത്? ഒന്ന് വണ്ടി ഒഴിഞ്ഞാലല്ലേ എനിക്ക് ക്രോസ് ചെയ്ത് പോകാൻ പറ്റൂ. അല്ല, അതിനു വേണ്ടി സമയം ആയില്ലല്ലോ. നീ വന്നേ, നമുക്കൊന്ന് നോക്കാം. ഞാൻ അങ്ങോട്ട് വെക്കാം ആന്റി. നീ അവിടെ നോക്ക്. എന്നാലും ഞാനിത് ഇവിടെ പോയി. അയാളെ ഇവിടെ എങ്ങും കാണുന്നില്ല. അയാളെ എവിടെ ഒന്നും കാണുന്നില്ല. ഒരുപക്ഷെ നമുക്ക് പിടിതരാതെ അയാൾ മുങ്ങിക്കളഞ്ഞതായിരിക്കും ആന്റി. എന്തായാലും ആള് മിസ്സിങ്ങാ. ഇത് അത്ര നല്ല ലക്ഷണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഒരുപാട് ദൂരേക്കൊന്നും പോവാൻ ചാൻസ് ഇല്ല. ഒരുപക്ഷെ ഇതിനിടയിൽ ഗൗതം എങ്ങനെ അയാളെ പൊക്കി കാണൂ. ഇനിയിപ്പോ ഊഹാപോഹം നടത്തിയിട്ട് എന്താ കാര്യം? എവിടെ പോയി ഒളിച്ചാലും അവനെ വിടരുത്. നമ്മുടെ കസ്റ്റഡി തന്നെ വെക്കണം. നമ്മൾ എവിടെ പോയി അന്വേഷിക്കാൻ ആന്റി? നീ ഒന്ന് വിളിച്ചു നോക്കിയേ. സ്വിച്ച് ഓഫ് ആണ്. എടി, നമ്മൾ കാറിലിരുന്ന് അയാളെ വിളിച്ചതല്ലേ? ഇവിടെ നിൽക്കാ ഒന്ന് പറഞ്ഞതുവാ.